ഫ്രണ്ട്സ്, എൻ്റെ പേര് നിതിൻ എന്നാണ്. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1.5 മാസം കഴിഞ്ഞിട്ടുണ്ട്. മെയ് മാസം 31-ാം തീയതിയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്തതും. ഞാൻ ആദ്യമായിട്ടൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു. അങ്ങനെയാണ് എൻ്റെ പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങി. ആദ്യം ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല റീച്ചൊക്കെ ഉണ്ടായിരുന്നു. പുതിയതായിട്ട് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരോട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്കും ഒരു ചാനൽ തുടങ്ങാം. ധൈര്യമായിട്ട് ചാനൽ തുടങ്ങിക്കോ. എന്നാൽ നിങ്ങൾക്കും ഒരുപാട് സക്സസ്സുകൾ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്കും കിട്ടും. അപ്പം എങ്ങനെയാണ് പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് എൻ്റെ ചാനലിൽ 50 സബ്സ്ക്രൈബ് കഴിഞ്ഞ സമയത്ത് ഞാൻ കുറേ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് 50 സബ്സ്ക്രൈബ് ആയത്. ഈ 50 സബ്സ്ക്രൈബ് കഴിഞ്ഞപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് കിട്ടുമല്ലോ. നമുക്ക് വാച്ച് അവർ കിട്ടണമെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോസൊന്നും ഒരിക്കലും നമുക്ക് വാച്ച് അവർ കിട്ടില്ല. ലോങ് വീഡിയോസും ലൈവിൽ നിന്നൊക്കെയാണ് നമുക്ക് വാച്ച് അവർ കിട്ടണേ, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ലൈവ് വീഡിയോസ് ആരംഭിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ എനിക്ക് ഓണായില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവിടെ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ അതല്ലെങ്കിൽ വോട്ടർ ID കാർഡോ അതല്ലെങ്കിൽ ലൈവിൻ്റെ അനുസരിച്ചോ ഇത് അവിടെ കൊടുത്താലാണ് നമുക്കത് ഓപ്പൺ ആയിട്ട് തരുള്ളൂ. അപ്പോൾ അവരങ്ങനെ ചോദിച്ച സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അമ്മച്ചിയുടെ പേരിലാണ് തുടങ്ങിയത്. അപ്പം ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആ ആധാർ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഇത് ആരുടെ പേരിലാണോ ഉള്ള അക്കൗണ്ട്, ആ അക്കൗണ്ടിലുള്ള ഉടമസ്ഥ എന്ത് ചെയ്യണം, അവരുടെ അക്കൗണ്ടിൻ്റെ അവരെന്തെങ്കിലും രേഖകൾ അവിടെ കൊടുക്കണം. എന്നാലാണ് യൂട്യൂബ് നമ്മൾ വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അത് ചാനൽ തന്നെ ഒരുപാട് ദോഷം വരും. ചാനലിന് ഡിലീറ്റ് ആവുന്ന ചാൻസ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. യൂട്യൂബ് ചോദിക്കുമ്പോൾ നിങ്ങളത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്ന് പോകും, മനസ്സിലായല്ലോ? പുതിയ ചാനൽ അവരോടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. തുടങ്ങിയ ശേഷം ഇതുവരെ നിങ്ങൾ ഇതൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ഉറപ്പായി ഒന്ന് കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്തതും. പിന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു 11:30 സമയത്ത് ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത്യാവശ്യം കുറേ നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്ന് തുടങ്ങി. അങ്ങനെ വീഡിയോസ് അതിൽ നിന്നൊക്കെ ലൈവ് ചെയ്ത സമയത്ത് അതിൽ നിന്ന് എനിക്ക് സബ്സ്ക്രൈബ് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ ഒരു ചാനൽ ഇച്ചിരി കൂടി മുന്നോട്ട് പോയതും. എൻ്റെ ഷോർട്സിൽ നിന്ന് മാത്രമല്ല, പിന്നെ ലൈവിനും കൂടി സബ്സ്ക്രൈബായി. അങ്ങനെയാണ് ഇപ്പോൾ 200 സബ്സ്ക്രൈബ് കഴിഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നത്. പല ആൾക്കാരും നിങ്ങളോട് ഇതിനാണ് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എൻ്റെ ഇഷ്ടം എന്നാണ്. ഞാൻ മുന്നോട്ട് തന്നെ പോകും, അത് നിങ്ങൾ പറയണം. ഓക്കെ, ശരിയല്ലേ? ബൈ.